ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സരിയു ആണെങ്കിൽ താരയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവനുണ്ടല്ലോ ഞാൻ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചവൻ, അവന്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നെ ഇപ്പൊ ഭീഷണിപ്പെടുത്ത, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിക്കൊണ്ടിരിക്കുക അവരെല്ലാരും. ഇനിയിപ്പോ ആരുടെ സഹായവും എനിക്ക് വേണ്ട. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണോന്നുള്ളത്. എനിക്കറിയാം എങ്ങനെയാണ് ഒരു കൊലപാതകം ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യോ? അപ്പോഴേക്കും താര ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആർക്കും പറയാൻ പാടില്ല. ഇനി ഞാൻ തന്നെയായിരിക്കും മുന്നിൽ നിന്നിട്ട് എല്ലാം ചെയ്യാൻ പോണത്, മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് പറയാണ്. ശേഷം സരിയു പറയുന്നുണ്ട്, എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. എനിക്കിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുമ്പ് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. മുമ്പൊക്കെ എന്റെ അച്ഛനോടും അമ്മയോടൊക്കെ ആയിരിക്കും ഞാൻ എല്ലാം തുറന്നു പറയാറ്. ഇപ്പൊ നിങ്ങളാണ് എന്റെ പെറ്റമ്മ എന്നപ്പോ നിങ്ങൾ എന്നെ ചതിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണത്. നിങ്ങളോട് മാത്രല്ല, എന്റെ വളർത്തമ്മയുണ്ടല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നവര്, അവർക്കും ഞാൻ എന്റെ പ്ലാനിങ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ അവരെന്നെ ചതിക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ നിങ്ങളും എന്നെ ചതിക്കരുത്. എനിക്കറിയാം കിരണും കല്യാണിയൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന്. അതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തു കൂട്ടുന്നതും നിങ്ങൾ ആർക്കും പറയാൻ പാടില്ല, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. താര ഒന്നും തന്നെ മിണ്ടുന്നില്ല. മനസ്സിലായ നിങ്ങൾക്ക് കൊള്ളാം. അഥവാ എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സരിയു പോകാൻ പോകുമ്പോഴേക്കും താര സരിയുന ഒന്ന് പിടിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചാ പോരെ എന്ന് ചോദിക്കാണ്. ഇത് കേട്ടുന്ന സരിയു ദേഷ്യത്തിൽ എന്താ പറഞ്ഞത്? ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ പോരുന്നോ? എനിക്ക് പറ്റില്ല വല്ലവരുടെ ഔദാര്യത്തിൽ ജീവിക്കാനായിട്ട്. പിന്നെ കിരൺ എന്ന് പറഞ്ഞത് അവൻ എന്റെ മാത്രം സ്വത്താണ്, അവൻ എന്റെ മാത്രമാണ്. അതിലേക്ക് അവള് കയറുന്നത്, ആ കല്യാണി അവളെ അവിടെ നിന്ന് തള്ളി മാറ്റി എനിക്ക് ആ സിംഹാസനത്തിൽ കയറിയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉദ്ദേശത്തെ കുറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല, ഓർത്തോ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് പോവാണ്. താരക്ക് വല്ലാത്ത വിഷമം തോന്നുവാട്ടോ. പിന്നീട് കാണിക്കണ കല്യാണിനെയാണ്. കല്യാണി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുവാട്ടോ. കല്യാണി ആ മെസ്സേജ് നോക്കുമ്പോഴേക്കും താരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോളെ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് മെസ്സേജ്. താര ആന്റി വീണ്ടും ഇങ്ങനത്തെ മെസ്സേജ് അയച്ചല്ലോ. എന്തായിരിക്കും ആന്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ മെസ്സേജ് അയക്കണത്? ഇനി ആന്റിക്ക് വീണ്ടും പേടിയായി തുടങ്ങിയോ എന്നൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ കല്യാണി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സരയൂനെയാണ്. സരി അങ്ങനെ ഓഫീസിലേക്ക് വന്നിരിക്കാട്ടോ. എന്നിട്ട് ഓരോരോ ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടേക്ക് ഹരിയേട്ടൻ വരുന്നുണ്ട്. ഹരിയേട്ടനെ കാണുമ്പോഴേക്കും സരിയോ ചോദിക്കണ്ട്, അല്ല ഹരിയേട്ടാ, കല്യാണി വർക്ക് സൈറ്റിലേക്ക് അങ്ങനെ പോയോ? പോയാലോ, ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അയ്യോ അവള് പോയായിരുന്നല്ലേ. എനിക്ക് അങ്ങോട്ട് പോണോന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെ കൺസിഡർ ചെയ്ത വർക്ക് അത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വർക്ക് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവള് കൂടെ ഉണ്ടെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എളുപ്പമുള്ളല്ലോ. ഇവിടെ നിന്ന് നേരിട്ട് പറയുന്ന പോലെയല്ല, വർക്ക് സൈറ്റിൽ പോയിട്ട് അവിടെ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഐഡിയ കിട്ടുമല്ലോ. അതിന് വേണ്ടിട്ടായിരുന്നു. അയ്യോ അതിനെന്താ, കല്യാണി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ, അവിടെ വർക്ക് സൈറ്റിൽ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. സരി ഒരു കാര്യം താഴത്ത് വണ്ടി ഞാൻ ഇതാക്കി തരാം, സരി വേണമെങ്കിൽ പോയിട്ട് വാ. എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ. അതിനെന്താ? പിന്നെ ഞാൻ ഇത് പുതിയതായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഇതാണ്, ഇതൊന്ന് ഹരിയേട്ടൻ നോക്കാവോ? അയ്യോ ഞാനിത് നോക്കേണ്ട ഒരു കാര്യമില്ല സരിയു. സരിയുവിന്റെ വർക്ക് ഒന്നിനൊന്ന് ഓരോ ദിവസം കഴിയുന്നവരും മെച്ചപ്പെട്ട് വരികയല്ലേ. അതുകൊണ്ട് ഇത് നോക്കില്ലെങ്കിൽ പോലും എല്ലാം ഓക്കെ ആയിരിക്കും. എനിക്കത് അറിയാം. എല്ലാം ഹരിയേട്ടന്റെ ഇത് കൊണ്ടിട്ടാണ് എനിക്ക് ഇത്ര ഇമ്പ്രൂവ് ആവാൻ സാധിച്ചത്. എല്ലാ തെറ്റുകളും ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഹരിയേട്ടൻ തിരുത്തി തരുമ്പോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഇമ്പ്രൂവ്മെന്റ് കാണിച്ചു തുടങ്ങിയത്. അത് എന്റെ മിടുക്കൊന്നും അല്ല സരിയു. സരിയു നന്നായിട്ട് പഠിച്ച് പാസ്സായി. പക്ഷേ സരിയു അത് എക്സ്പീരിയൻസ് ചെയ്തില്ല. അതിനുശേഷം ഇവിടെ വന്നപ്പോഴേക്കും സരിയു പഠിച്ചതൊക്കെ കുറച്ചങ്ങോട്ട് മറന്നുപോയി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സരിയു അത് എക്സ്പീരിയൻസ് ആയി. പിന്നെ ഓരോ വർക്ക് ചെയ്യും തോറും അതിൻ്റെത് കൂടി വന്നു. അത്രേ ഉള്ളൂ. എന്നാ സരിയു പോയിട്ട് വാ. എന്നാ ശരി ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നിന്ന് ഇറങ്ങാണ്. ഹരിയേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സരിയു നേരെ വർക്ക് സൈറ്റിലേക്ക് പോവാണ്. ആ സമയത്ത് കല്യാണി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പണികൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് കല്യാണി അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ടേ, എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോ പണിക്കാരി പറയണ്ട്, വിഷു അഡ്വാൻസ് നേരത്തെ തന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പിയാണ് മാഡം എന്ന് പറയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഷുറൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 പൈസ പോലും പിടിക്കില്ല. അങ്ങനെയാണ് ഇൻഷുറൻസ് പ്ലാൻ ചെയ്യണത്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഇനി സൗജന്യമായിട്ട് ചികിത്സ തേടാം. വളരെ ഉപകാരം മേഡം എന്ന് പറയാണ്. പിന്നെ ഇതിന്റെയൊക്കെ നന്ദി എങ്ങനെയാ കാണിക്കേണ്ടെന്നറിയോ? വർക്കില് മായം ചെയ്യാതെ വേണം കാണിക്കാനായിട്ട്. അയ്യോ ഞങ്ങൾ അതൊക്കെ കൃത്യമായിട്ടാണ് മാഡം ചെയ്യണത്. ഹരിസാറുടെ നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കാറുണ്ട്. അയ്യോ എനിക്കറിയാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ വർക്ക് കണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് തൃപ്തിയാവണം. അത് അവർക്ക് താക്കോലുകൾ കൊടുക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ വന്ന് താമസിക്കുമ്പോഴും അവർ തൃപ്തിയായിരിക്കണം.
ആണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ്, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി മുകളിലേക്ക് കയറി പോവാണ്. ആ സമയത്താണ് സരയു അവിടേക്ക് വരുന്നത്. സരയു വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഈശ്വര, അവള് മുകളിലത്തെ കാഴ്ച കണ്ട് നിലത്തേക്ക് വന്ന് കാണുമായിരിക്കും. കുഴപ്പമില്ല, അങ്ങനെ വന്നെങ്കിൽ അവളെ വീണ്ടും പിടിച്ച് മുകളിലേക്ക് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് സരയു നേരെ മുകളിലേക്ക് പോകുവാട്ടോ. ആ സമയത്ത് കല്യാണി രണ്ടാമത്തെ നിലയിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. 3 നിലയുണ്ടായിന്. അപ്പൊ കല്യാണി കല്യാണി എന്ന് പറഞ്ഞിട്ട് സരയു വിളിക്കുന്നുണ്ട്. ആഹാ, ഇതാര് സരയുവോ? ആ അതെ, ഞാന് ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്ത വർക്കായത്. അപ്പോ കല്യാണി ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എനിക്കൊന്ന് വന്ന് നിന്ന് ഓരോന്നൊക്കെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനെന്താ, ഈ വർക്ക് സരയു നന്നായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് നിരീക്ഷിച്ച് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ഞാൻ വന്നത്. പിന്നെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചെയ്യുന്നതോറും ആകെ ടെൻഷനാണ് എന്ന് കല്യാണി പറയുമ്പോ സരയു പറയുന്നുണ്ട്, കല്യാണി എന്തിനാ ടെൻഷൻ ആവുന്നത്? കല്യാണി ചെയ്യണ വർക്കൊക്കെ സൂപ്പർ ആണല്ലോ എന്ന് പറയുമ്പോ അതൊക്കെ ആയിരിക്കാം, പക്ഷെ ഓരോരോ വർക്ക് സൈറ്റിൽ പോകുമ്പോഴും ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയാ ചെയ്യേണ്ടതൊക്കെ ആലോചിച്ചിട്ട് ഓരോരോ ടെൻഷനും കാര്യങ്ങളാ, ഒരു പേടിയാ എനിക്ക്. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നോക്കാനിച്ചത്. ഓ അതിനെന്താ എന്ന് പറയാണ്. സരയു പറയണ്ട്, നമുക്ക് മുകളിലേക്ക് പോയാലോ? അതെന്തിനാ മുകളിലേക്ക് പോണത്? ഇവിടെ കഴിഞ്ഞിട്ട് മുകളിൽ പോയാ പോരെ? അല്ല, മുകളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ കുറച്ചൊരു ഐഡിയ കിട്ടും. ആ എന്നാ ശരി, മുകളിലേക്ക് പോവാം എന്ന് കല്യാണി പറയാണ്. അങ്ങനെ ഇവർ ഏറ്റവും മുകളിലേക്ക് പോവാണ്. അങ്ങനെ കല്യാണി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഇത് ഇങ്ങനെ ചെയ്യാം, ഇത് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോ സരയു അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. സരയുനോട് കല്യാണി ചോദിക്കണ്ട്, സരയു നീ ഞാൻ പറയണതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഓ ശ്രദ്ധിക്കുന്നുണ്ട്, കല്യാണി പറഞ്ഞത് ശരിയാ, ഇവിടെ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് സരയു പറയാണ്. ശേഷം കല്യാണി അവിടെ അറ്റത്ത് നിന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്താണ് സരയു കല്യാണിന്റെ തൊട്ട് പിന്നാലെ വരുന്നത്. എന്നിട്ട് ഒരു കൈ വെച്ചിട്ട് കല്യാണി തള്ളാൻ വേണ്ടി ഇങ്ങനെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ അടുത്തേക്ക് പോവാട്ടോ. കല്യാണി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചോരും ചെയ്തോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സരയു ഇങ്ങനെ ഒറ്റ തട്ടാൻ വേണ്ടി കൈ ഇങ്ങനെ തള്ളി പിടിക്കാൻ പോകുമ്പോൾ സമയത്ത് അവിടേക്ക് കിരൺ വരുവാണ്. കല്യാണി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുവാണ്. അവിടെ അപ്പോഴേക്കും സരയു ആകെ ഞെട്ടിപ്പോവാട്ടോ. സരയു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കിരൺ കുറച്ച് ദേഷ്യത്തിൽ കല്യാണിനെയും സരയുവിനെ നോക്കി നിൽക്കാണ്. ശേഷം അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്താടാ നീ ഇവിടെ എന്ന് സരയു ചോദിക്കുമ്പോ, ആ ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ടാ വന്നത്. എന്നെ കാണാനോ? അതെ, ഷാരി ആന്റിക്ക് ബോധം തെളിഞ്ഞു, വാർഡിലേക്ക് മാറ്റി, നിന്നെ കാണണമെന്ന് പറയാ. ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, അതുകൊണ്ടാ നിന്നെയും കൂട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചത്. ആണോ? അപ്പൊ കല്യാണി പറയണ്ട്, ആണോ എന്നാ സരയു നീ പോയിട്ട് വാ. ശരി, എന്നാ ശരി, ഞാൻ കല്യാണി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരണിന്റെ കൂടെ പോവാണ് നമ്മുടെ സരയു കേട്ടോ. കിരൺ ചോദിക്കണ്ട്, കല്യാണി ഇത് കഴിഞ്ഞിട്ട് നീ നേരെ ഓഫീസിലേക്കാണോ? ഇല്ല, മറ്റേ വർക്ക് സൈറ്റിൽ കൂടി പോകണം. ശരി, അവിടെ നീ പോകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് കിരൺ പറഞ്ഞിട്ടാണ് സരയുവിനെ കൊണ്ട് അവിടേക്ക് പോകുന്നത്. ശേഷം സരയു കാറിൽ ഇരിക്കുമ്പോ ആകെ നിരാശയിലിരിക്കാട്ടോ. കിരൺ ആകെ ദേഷ്യത്തിൽ വണ്ടി ഓടിക്കുകയാണ്. സരയു പതുക്കെ കിരണോട് ചോദിക്കണ്ട്, നീ എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല, നിന്റെ വളർത്തമ്മയല്ല പെറ്റമ്മയുണ്ടല്ലോ താരാന്റി, ആന്റിക്ക് എന്തോ വിഷമമുണ്ട്, നിനക്ക് ചോദിക്കാൻ പാടില്ലേ എന്താ കാര്യമെന്ന്? ഞാൻ ചോദിച്ചാലും ഒന്നും പറയാറൊന്നുമില്ലടാ. അമ്മക്ക് എന്തൊക്കെയോ ഒരു നിരാശയൊക്കെ ഉണ്ട്, ഡിപ്രഷൻ പോലെ. അതെന്താന്ന് ഞാൻ ചോദിച്ചിട്ട് പറയണ്ടേ? പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാനിപ്പോ കുറെ ആയിട്ട് വളർത്തമ്മയായിട്ടുള്ള എന്റെ ഷാരി എന്ന് പറഞ്ഞ അമ്മേനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇനി അതിന്റെ വല്ലൊരു ദേഷ്യമോ അതിന്റെ വലിയ നിരാശയാണോ അമ്മക്കെന്ന് അറിയില്ല. എന്താണെങ്കിലും നീ ചോദിച്ചു മനസ്സിലാക്കണം. അല്ല, താരാന്റി അവിടെ ഒറ്റക്കാണല്ലോ. അതെ, അതാ ഞാൻ ഓഫീസിൽ വരുമ്പോ അമ്മ അവിടെ ഒറ്റക്കാണല്ലോ. ചിലപ്പോ പാസനത്തെ എന്തിനൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ടാകും. കിരൺ പറയുന്നുണ്ട്, എങ്കിൽ നിനക്കും നിന്റെ അമ്മക്കും അമ്മയുടെ അച്ഛന്റെ വീട്ടിൽ വന്ന് നിന്നൂടെ? എടാ, വേറൊരാളുടെ ചെലവിൽ താമസിക്കാൻ താല്പര്യമില്ല. അവിടെ നിന്ന് ആന്റി അങ്കിളല്ലേ ചെലവൊക്കെ എടുക്കുക. ഇവിടെ ആകുമ്പോഴേക്കും ഞാനാണല്ലോ എന്റെ കാര്യങ്ങളും ചെലവും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അതിലൊരു പ്രത്യേക സുഖമുണ്ട്. നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും അമ്മയുടെ അച്ഛനടുത്തൊക്കെ ഇടയ്ക്ക് പോയി നിൽക്കണം എന്ന് കിരൺ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.